കോൺവെക്സ്, കോൺകേവ്, അതുപോലെ തന്നെ ഏരിയ ഓഫ് റെവല്യൂഷൻ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. കോണിക് സെക്ഷനും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, അതുപോലെ തന്നെ നമ്മുടെ ബൗണ്ടഡ് ഫംഗ്ഷൻ, ഇൻഫിമം, സുപ്രീമം, ആ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ കൗണ്ടബിലിറ്റി, അതൊക്കെയാണ് നമ്മൾ 4th മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പഠിക്കുന്ന സീക്വൻസ് സീരീസ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും റിസൾട്ടുകൾ ചിലപ്പോൾ ഗ്രൂപ്പിൽ റിസൾട്ടുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. മിക്കവാറും എല്ലാവരും തന്നെ ഡൗട്ട് ചോദിച്ചിരുന്ന ഒരു സെക്ഷനായിരുന്നു ഈ കോൺകേവ് കോൺവെക്സ് കേട്ടോ. നമ്മളോട് സാധാരണ കോൺകേവ് കോൺവെക്സ് എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അതാണ് നമ്മൾ ഡെഫിനേഷനിൽ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയും കൂടി വരുവാണെങ്കിൽ എന്തായിരിക്കാം എന്നുള്ളത് ഡൗട്ടായിരുന്നു, അതുകൊണ്ടാണിത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കോൺകേവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സും, കോൺകേവ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവും ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഷേപ്പുകൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ കോൺവെക്സ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സും, കോൺവെക്സ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് ആണെന്ന് ഓർക്കുക. അതിൻ്റെയും ഷേപ്പുകൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഷേപ്പുകളും ഈ ഒരു ഡെഫിനേഷനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് ഏരിയ ഓഫ് റെവല്യൂഷൻ. ഏരിയ ഓഫ് റെവല്യൂഷൻ്റെ ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഏരിയ ഓഫ് റെവല്യൂഷന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് ആ ഒരു കർവ് അല്ലെങ്കിൽ ആ ഒരു ഫോം ചെയ്യുന്ന ഒരു സോളിഡ് ഏതാണെന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഏരിയ ഓഫ് റെവല്യൂഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പ് അറിയാം, ഫോം ചെയ്യുന്ന സോളിഡിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ അറിയാമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻ്റഗ്രേഷൻ കൂടുതൽ കംഫർട്ട് അല്ലാത്തവർക്ക് ആ രീതിക്ക് നമുക്ക് ആലോചിച്ച് പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എ മുതൽ ബി വരെയും നമ്മുടെ ഒരു കർവ് ഉണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഏകതമുണ്ട്. അത് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കർവ് ഉണ്ടാവും കറസ്പോണ്ടിങ് ആയിട്ട് എ മുതൽ ബി വരെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവ് ഉണ്ടാവും. അത് എക്സ് അക്ഷത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പരപ്പളവ്, ഇതിനെല്ലാത്തിനെയും വൈ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ വൈ ആക്സിസിന് ചുറ്റുമായിട്ടുള്ളതാവും കേട്ടോ. 2π ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 + എഫ് ഡാഷ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സിമ്പിളാണ് പ്രോബ്ലം, ജസ്റ്റ് ചെയ്തു വരാവുന്നതേ ഉള്ളൂ. 1, 4 എന്നാണ് ഇൻ്റർവെൽ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x എന്ന് പറയുന്ന ഫംഗ്ഷനാണ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. എക്സ് അക്ഷത്തിന് ചുറ്റുമാണ് വലയം ചെയ്യുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പ്രതലം എന്താണെന്ന് അറിയേണ്ടത് അല്ലേ. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു കർവാണ്. ഓക്കെ, ഈ കർവിൻ്റെ 1 to 4 എന്ന് പറയുമ്പോൾ നമുക്കത് 0 മുതലില്ല. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് എടുക്കാം. 1 മുതൽ 4 വരെ ഈ കർവ് എടുത്തു. ഈ കർവ് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫോം ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഷേപ്പായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ ഈ കർവ് ആയിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ ചുറ്റുമുള്ള ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് അറിയാം. പിന്നെന്താണ്, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. ഇപ്പോൾ എഫ് ഡാഷിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/4x വരും. 1 + എഫ് ഡാഷ് എക്സിൻ്റെ സ്ക്വയർ എന്ന ഫോർമുലയിൽ 1 + 1/4x വരും. ഓക്കെ, ഏരിയയുടെ ഫോർമുലയിൽ 2π എഫ് ഓഫ് എക്സ് 1 + 1/4x കൊടുക്കാം. ഈ റൂട്ടും കൂടി നമുക്ക് ഒരുമിച്ചാക്കാം. സോ √x + 1/4 എന്നായിക്കോളും. എന്താ ചെയ്യുക, ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. √xൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻²² ആണ്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ x⁻³ / 3/2 ആയിരിക്കും. ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് എന്താണ്? x + 1/4 ആണ്. സോ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുക. x + 1/4 ⁵2 / 3/2. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. 1 to 4 ലിമിറ്റ് അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ ഇതാണെങ്കിൽ കൂടി നമ്മുടെ ഓപ്ഷൻ നോക്കണം. ഈ 3/2 പവർ വരുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ 4⁻³ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് 4√4 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 17/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17/4 ഇൻറ്റു √17/4 എന്നൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 1ഉം ഇത് 1/2 പവറും വെച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ ഓപ്ഷനിൽ അതൊക്കെ ആയിരിക്കാം നമുക്കവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് സെയിം ടൈപ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. y = 2x ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്. x = 0 മുതൽ x = 3 വരെ എക്സ് അക്ഷത്തിന് ചുറ്റും വലയം ചെയ്യാണ്.
ഫോം ചെയ്യുന്ന പ്രതലം നോക്കുക. ഇത് ഫോം ചെയ്യുന്ന പ്രതലം എന്തായിരിക്കും? ഒരു കോണായിരിക്കും അല്ലേ? സോ കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ശരിക്കും പറഞ്ഞാൽ ഫോർമുല πRLാണ്. ആർ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ആറ്, എൽ എന്ന് പറയുന്നത് ഈ ലെങ്ത് ആയിരിക്കും. അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റേ ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ f(x) 2x, f'(x)ൻ്റെ ഡെറിവേറ്റീവ് 2, സോ 1 + f'(x)ൻ്റെ സ്ക്വയർ 5 വരും. സിമ്പിളാണ്, ഫോർമുല അപ്ലൈ ചെയ്താലും. ഇപ്പോൾ 2π, ഇത് √5, ഇത് നമ്മുടെ 2x, എല്ലാവരും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ x²/2 ആണ് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 3 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏരിയ ഓഫ് റെവല്യൂഷൻ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റെവല്യൂഷൻ എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അടുത്തത് ഡബിൾ ഇൻ്റഗ്രേഷനാണ്. ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ലിമിറ്റ് തന്നാൽ ചെയ്യാൻ മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പല ടൈപ്പിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ പ്രോബ്ലം ചെയ്യാം. അതിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ആദ്യം പറയാൻ പോണത്. അത് ശ്രദ്ധിച്ചോളാം. അപ്പം നമുക്ക് നമുക്ക് ഏത് ഫങ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അത് നമുക്ക് സാധാ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. നമുക്ക് വേണ്ടത് ഈ 6 റീജിയൻ, ആ റീജിയൺ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ലിമിറ്റ് ഇടാം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ എക്സിനൊരു ലിമിറ്റുണ്ട്, വൈക്കും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആദ്യമേ തന്നിരിക്കുന്ന കർവ് അങ്ങോട്ട് വരയ്ക്കുക. ഏത് റീജിയനാണ് ബൗണ്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ x = y² എന്ന് പറഞ്ഞാൽ y² = x എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പരാബോളയാണ് അല്ലേ? ഈ പരാബോളയാണ്. ഓക്കെ, അപ്പോൾ y = √x എന്ന് പറയുന്നത് കിട്ടും. ദെൻ y = x² എന്ന് പറയുന്നത് ഏത് പരാബോളയാണ്? ഈ പരാബോളയാണ്. x² = y എന്ന് പറയുന്ന പരാബോളയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? x = √y എന്നും കിട്ടും. അങ്ങനെ എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് നമുക്ക് എന്താണ് കൺസെപ്റ്റ്, ആ കർവ് എന്താണെന്നുള്ളത് മനസ്സിലിരുന്നാൽ മതി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ട്രിക്കാണ്, ഓർത്തിരിക്കുക. ഇതാണിപ്പോൾ നമ്മുടെ റീജിയൻ അല്ലേ? ഈ റീജിയനിൽ നമുക്ക് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഒക്കെ സ്ട്രിപ്പ് വരയ്ക്കാം. ഒരു മെത്തേഡായിട്ട് പഠിച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതുപോലെ വെർട്ടിക്കലി ഒരു സ്ട്രിപ്പ് വരയ്ക്കുക. അതിൻ്റെ എക്സ് ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കുക. y ആണ് ഇവിടെ വേരി ചെയ്യുന്നത് അല്ലേ? y ഇവിടെ മുതൽ ഇവിടം വരെ വേരി ചെയ്യണം. എവിടെ മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നതെന്ന് ഓർക്കുക. ഈ കർവ് മുതൽ ഈ കർവ് വരെയാണ് y വേരി ചെയ്യുന്നത് അല്ലേ? ഈ കർവിൽ y എന്ന് പറയുന്നത് എന്താണ്? x² ആണ്. ഈ കർവിൽ y എന്ന് പറയുന്നത് എന്താണ്? √x ആണ്. അപ്പോൾ നമ്മുടെ y വേരി ചെയ്യുന്നത് x² മുതൽ √x വരെയാണ് വേരി ചെയ്യുന്നത്. എക്സ് ഇത് ഫിക്സഡ് ആയിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ എക്സുകൾക്കും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ എക്സുകൾ എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യിക്കണം? 0 മുതൽ 1 വരെയും എക്സുകൾ വേരി ചെയ്യിക്കണം. y കറസ്പോണ്ടിങ് ആയിട്ട് x² മുതൽ √x വരെയും വേരി ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വേരിയേഷൻ അറിയേണ്ടത്. അപ്പോൾ y x² to √x, അതുപോലെ തന്നെ എക്സ് 0 to 1 വേരി ചെയ്യിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നമ്പർ ഉള്ളത് ഔട്ട്സൈഡ് കിടക്കണം. x² to √x എന്ന് പറയുന്നത് ഉള്ളിലത്തായിരിക്കണം. ഇത് y വച്ചിട്ടായത് കാരണം ആദ്യം dy ചെയ്യണം, ദെൻ dx ചെയ്യണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമുക്കറിയാവുന്ന ഇൻ്റഗ്രേഷനാണ്, നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ചതാണ് അല്ലേ? പക്ഷേ അതല്ലാത്ത കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആണ് അല്ലേ? സോ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലിമിറ്റ് ആയതുകൊണ്ട് ഇതൊരിക്കലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് വെച്ചിട്ടായിരിക്കില്ല. അപ്പോൾ ഏതാണോ, ടെലഗ്രാമിൽ കുറച്ച് മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ സ്ക്രീൻ റെക്കോർഡിൽ അത് വരുന്നുണ്ട്, നമുക്കത് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് വിട്ടു പോണത്. ഒരു മിനിറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പറയുന്നത് ഇതാണ്,
നമുക്ക് ഈ വേരിയേഷൻ എന്ന് പറയുന്നത് ഏത് വേരിയബിളിനെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ വേരിയബിൾ വച്ചിട്ടായിരിക്കില്ല നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ വന്നപ്പോൾ ഡൗട്ട് എല്ലാവരും ചോദിച്ചായിരുന്നു. അതും കൂടി ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്. ഇവിടെ എക്സിനെ വച്ചിട്ടാണ്, എക്സ് ആണ് വേരി ചെയ്യുന്നത് അല്ലേ. എക്സ് വേരി ചെയ്യുമ്പോൾ നമുക്ക് ഏത് വച്ചിട്ടായിരിക്കും ഇവിടെ y ആണ് വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ വേരി ചെയ്യുന്നത് എന്താണോ അത് വച്ചിട്ട് വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. വേരി ചെയ്യുന്നത് ഏതാണോ അത് വച്ചിട്ടായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. വേരി ചെയ്യുന്ന y എന്ന് പറയുന്നത് വേറെ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ ഇരിക്കുകയുള്ളൂ. ഇതൊരിക്കലും y-നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കില്ല. അതായത് ഇവിടെ നമുക്ക് y ഉണ്ടാവില്ല എന്നുള്ളത് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് x² മുതൽ √x വരെ ഫസ്റ്റ് y വെച്ചിട്ട് ചെയ്യണം. ദെൻ 0 to 1 x വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പുകൾ പറയുന്നില്ല, ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണെന്നുള്ളത് ഓർക്കാം. നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് ഡിസ്കസ് ചെയ്യാം, കുറച്ചും കൂടി ഒരു ഐഡിയ വരും. ഫസ്റ്റ് ലിമിറ്റ് എടുത്തത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാമോ? 0 to 1 അല്ലാത്ത ലിമിറ്റ്. ഓക്കെ, നമുക്ക് ഏത് ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന റീജിയൻ ആണോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മളൊരു സ്ട്രിപ്പ്, വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇതുപോലെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടം മുതൽ ഇവിടം വരെയാണ് നമ്മുടെ y വേരി ചെയ്യുന്നത്. എക്സ് നമ്മളിവിടെ ഫിക്സഡ് ആയിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ y വേരി ചെയ്യുന്നത് ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെയാണ്. സോ വൈയുടെ വേരിയേഷൻ ഈ കർവ് എന്ന് പറയുന്നത് y = x² ആണ്. സോ ഇത് x² മുതൽ ഇവിടുത്തെ വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് √x ആണ്. സോ x² മുതൽ √x വരെ ആയിരിക്കും ഈ y എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത്. എക്സ് ഇതിവിടെ ഫിക്സഡ് ആയിട്ട് നിർത്തി. ഇനി എക്സ് എന്തോരം വേരി ചെയ്യണം? ഈ വെർട്ടിക്കൽ സ്ട്രിപ്പുകൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടം വരെ എത്തണം അല്ലേ. സോ കറസ്പോണ്ടിങ് 0 മുതൽ 1 വരെയും എക്സ് മൂവ് ചെയ്യുക. ഈ 1 എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നതെന്ന് നിങ്ങൾ ഊഹിച്ച് കാണുമല്ലോ അല്ലേ. ഈ രണ്ടെണ്ണം കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് 0 മുതൽ 1 വരെയും വേരി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് y ഇവിടെ x² മുതൽ √x വരെയും വേരി ചെയ്യുന്നു. ആ കർവ് നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ? അവിടെ ഇല്ല ആ കർവ്. നമ്മള് ആദ്യം y = √x-ന് ഏരിയ അണ്ടർ y = √x മൈനസ് ഏരിയ അണ്ടർ x = √y അങ്ങനെയല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോ അങ്ങനെ ആകുമ്പോ √x to x² എന്ന രീതിയിലല്ലേ വരേണ്ടത്. ഇത് ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഏരിയ അല്ല കേട്ടോ. ഏരിയ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പറഞ്ഞ മെത്തേഡ്. നമ്മൾ ഈ ഏരിയ അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അവർ തന്നിരിക്കുന്ന ഡബിൾ ഇൻ്റഗ്രേഷൻ, ഈ ഫങ്ഷൻ്റെ ഡബിൾ ഇൻ്റഗ്രേഷൻ ഓവർ ദ റീജിയൻ ആണ് കണ്ടുപിടിക്കണേ. ഈ റീജിയൻ വച്ചിട്ടുള്ള ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഡബിൾ ഇൻ്റഗ്രേഷൻ ഈ ഫങ്ഷൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് ഏരിയ അല്ല. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ശരിയാണ്, ഇതിൻ്റെ ഏരിയ മൈനസ് ഇതിൻ്റെ ഏരിയ ചെയ്യണം. അപ്പോൾ 0 to 1 ഓരോ ഫങ്ഷൻസും ചെയ്താൽ മതി. അതാണ് ചോദിച്ചേ. അതെ മിസ്സേ, പക്ഷെ ആദ്യം എന്തുകൊണ്ട് x² വന്നു എന്നല്ല ഒരു ഡൗട്ട് ഉള്ളത്. x² വന്നത് ഈ കർവ് ഏതാണ്? y = x² അല്ലേ? അതെ മിസ്സേ, അതെ. ഈ കർവ് y = √x അല്ലേ? അതെ. വൈയുടെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് x², വലിയ വാല്യൂ എന്ന് പറയുന്നത് √x. y x² മുതൽ √x വരെയും വേരി ചെയ്യും ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട്. മനസ്സിലായി. അടുത്ത സെയിം ടൈപ്പ് പ്രോബ്ലം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളും. ഇത് നോക്കി, സെയിം ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ഈ ഫംഗ്ഷന് ഞാൻ പറഞ്ഞല്ലോ, ഫംഗ്ഷനോட പ്രത്യേകതയൊന്നുമില്ല. ഫംഗ്ഷൻ നമുക്ക് സാധാ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. അത് ഏത് ഫംഗ്ഷൻ ആയാലും നമ്മൾ സാധാ ഇൻ്റഗ്രേറ്റ് ചെയ്യും. നമുക്ക് ആ റീജിയൻ കണ്ടുപിടിച്ച് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് x² = y-യും x + y = 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x² = y എന്ന് പറയുന്ന പരാബോള പ്ലോട്ട് ചെയ്തു. ഇനി x + y = 2 പ്ലോട്ട് ചെയ്യണം അല്ലേ. x + y = 2 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ എങ്ങനെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും?
എക്സിന് 0 കൊടുക്കുമ്പോൾ y 2, വൈക്ക് 0 കൊടുക്കുമ്പോൾ x 2. സോ പോയിൻറ്റ്സ് ഏതാണ്? 2 0യിലൂടെയും 0 2വിലൂടെയും പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും x + y = 2 എന്ന് പറയുന്നത്. സോ അതിനെ ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആയിരിക്കും. ഇനി നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനും കൂടി ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഈ 2 പോയിൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഈ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഈ 2 ഇക്വേഷൻസും കൂടി ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വൈക്ക് പകരം x² അങ്ങ് കൊടുക്കാം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. x + x² = 2 ആവും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് -2ഉം 1ഉം കിട്ടും. സോ എക്സിൻ്റെ ലിമിറ്റ് -2 മുതൽ 1 വരെയാണെന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ റീജിയൻ എക്സും വൈയും വേരി ചെയ്യാനായിട്ട് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. വെർട്ടിക്കൽ സ്ട്രിപ്പിൽ എക്സ് നമ്മൾ ഫിക്സ് ചെയ്തു. എക്സ് വേരി ചെയ്യുന്നത് -2 മുതൽ 1 വരെ ആയിരിക്കും നമുക്കറിയാം. ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വേരിയേഷൻ നോക്കണം. വൈ ഈ കർവ് മുതൽ ഈ ലൈൻ വരെയാണ് വൈ വേരി ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത വന്നേക്കുന്നത്. അപ്പോൾ ഈ കർവ് എന്ന് പറയുമ്പോൾ അവിടെ വൈ എന്ന് പറയുന്നത് x² ആയിരിക്കും. ഈ ലൈൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ y എന്ന് പറയുന്നത് 2 - x ആയിരിക്കും. അപ്പോൾ y വേരീസ് x² to 2 - x, x വേരീസ് -2 to 1 എന്ന് പറയുന്നത് ഇവിടെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിക്കോളും? ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റുകളായിക്കോളും. ക്ലിയർ ആണോ ഈ പ്രോബ്ലം? ക്ലിയർ ആയോ സർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ജനറൽ മെത്തേഡാണ്. ഏത് കർവ് തന്നാലും നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡബിൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് വേറെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. അത് എല്ലാത്തിനും പറ്റില്ല. നമുക്ക് അറിയാവുന്ന കോണിക് സെക്ഷൻ എടുത്തു പറയാനുള്ള കാരണം പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചിലപ്പോൾ ട്രിഗണോമെട്രിയിലെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണെന്നുള്ളവർ ആ മെത്തേഡേ പഠിക്കേണ്ട. നമ്മുടെ എക്സാമിനിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും തന്നെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, മെത്തേഡ് തന്നെയാണ്. 2 മെത്തേഡുകളൊന്ന് പരിചയപ്പെടുത്താം. ഇത് x² + y² <= 1, x > 0, y > 0 എന്നാണ് അല്ലേ. അപ്പം നമ്മുടെ യൂണിറ്റ് സർക്കിളാണ് ആ പറഞ്ഞേക്കുന്നത്, ഡിസ്ക് ആണ് വരുന്നത്. അപ്പോൾ ഇത് 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും. സർക്കിളിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോർഷനാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, സർക്കിളിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് സർക്കിളിലെ ജനറലായിട്ടുള്ള ഒരു പോയിൻറ്റിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് x = r cos θ, y = r sin θ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജനറൽ ഫോം x = r cos θ, y = r sin θ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എഴുതിയാലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. dxനും dyക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. ഓക്കെ, ദെൻ സോ x = r cos θ, y = r sin θ കൊടുക്കും. അപ്പോൾ നമ്മുടെ കർവ് എങ്ങനെയായിരുന്നു? ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. r എന്ന് പറയുന്ന സാധനം എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. എവിടെ മുതലാണ്? 0 മുതൽ 1 വരെയാണ് r വേരി ചെയ്യുന്നത്. ഇവിടെ ഏത് പോയിന്റ് എടുത്താലും 0 മുതൽ 1 വരെയാണ് ആ ഡിസ്റ്റൻസ് വരിക. തീറ്റ എന്ന് പറയുന്ന ആംഗിളോ 0 മുതൽ π/2 വരെയാണ് നമുക്ക് തീറ്റ വേരി ചെയ്യുന്നത്. അപ്പോൾ ആറിൻ്റെ വേരിയേഷൻ 0 to 1ഉം തീറ്റയുടെ വേരിയേഷൻ 0 to π/2ഉം കൊടുത്ത് എക്സിനും വൈക്കും കറസ്പോണ്ടിങ് റീപ്ലേസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിക്കോളും? നമ്മുടെ ഇക്വേഷൻ ആയിക്കോളും. ഓക്കെ ആണോ? ഒരു അടുത്ത മെത്തേഡ് ഈ മെത്തേഡ് ക്ലിയർ ആണോ? ഇവിടെ നമുക്കിപ്പോൾ എലിപ്സ് ആണെന്ന് വിചാരിച്ചോ തന്നിരിക്കുന്നത്. എലിപ്സിൻ്റെ ഏത് പോർഷൻ തന്നാലും കേട്ടോ, ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് തന്നെയാണെന്നൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എലിപ്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? a cos θ, b sin θ എന്ന് പറയുന്നതാണ് എലിപ്സിൻ്റെ പോളാർ ഫോം. അവിടുത്തെ തീറ്റയുടെ വേരിയേഷൻ സെയിം 0 to π/2 വരും. ദെൻ പിന്നെ ഒരു മിനിറ്റ്, അവിടെ ഒരു ഡൗട്ട് വന്നേ. എലിപ്സിൻ്റെ ഫോമിൽ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ നമുക്ക് ആറിൻ്റെ ഫോമിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സർക്കിളിൻ്റെ ഫോമിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. x = r cos θ, y = r sin θ എന്നുള്ള ഫോമിൽ കേട്ടോ. അപ്പോൾ ആറിൻ്റെയും തീറ്റയുടെയും വേരിയേഷൻസ് ഡബിൾ ഇൻ്റഗ്രേഷനിൽ കൊടുത്താൽ ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോർഷനാണ്
ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. അവിടെ എക്സ് ഫിക്സഡ് ആയി. എക്സിൻ്റെ വേരിയേഷൻ 0 to 1 ആണ്. വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇത് y 0, ഇത് y ഈസ് ഈക്വൽ ടു √1 - x². നമുക്ക് തന്നിരിക്കുന്ന ഈ കർവിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് y ഈക്വൽ ടു √1 - x². അപ്പോൾ 0 to 1 - x², y² dy/dx. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഈ വൈയുടെ ലിമിറ്റും എക്സിൻ്റെ ലിമിറ്റും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് അവിടുത്തെ സ്റ്റെപ്പ് ഉള്ളൂ. സോ ഈ രണ്ടാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ മെത്തേഡായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ, നമുക്ക് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഏത് കർവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഏത് കർവാണെങ്കിലും ഷേപ്പ് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് വേരിയേഷൻസ് എല്ലാം നമുക്ക് നോക്കി ഡബിൾ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നേ, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുവാണേ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്യാം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പക്ഷേ ലിമിറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻ്റഗ്രേഷനും ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ DZ ആണ് ഈ ഇൻ്റഗ്രേഷൻ. DZ രണ്ടാമത്തേക്ക് ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രേഷനും രണ്ടാമത്തേലേക്ക് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ഇനി ചില പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഈ ഓർഡർ കറക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അത് തരത്തിലുള്ളൊരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ട് കറക്റ്റായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടുത്തെ ഉള്ളിലുള്ള ഫസ്റ്റ് ലിമിറ്റ് നോക്കുക. x+y ആണല്ലേ. എക്സിനെയും വൈയിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ലിമിറ്റ്. സോ നമുക്ക് അവിടെ എക്സ് വെച്ചോ വൈ വെച്ചിട്ടോ ആയിരിക്കില്ല നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇസഡ് വെച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞുപോയി അല്ലേ. ദെൻ അടുത്ത ലിമിറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ x² ആണ്. സോ അടുത്തത് രണ്ടാമത് ചെയ്യുമ്പോൾ എക്സ് വെച്ചിട്ട് ചെയ്യില്ല, ദെൻ റിമൈൻ ചെയ്യുന്ന y വെച്ചിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റിൽ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിൽ ഏത് വേരിയബിൾ ആണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ വേരിയബിൾ നമ്മുടെ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് സെക്കൻഡിൽ എങ്ങനെ ഓർഡറിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ എല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രോബ്ലത്തിൽ നോക്കിയേ, ഇവിടെ ഉള്ളിൽ കിടക്കുന്ന ഫസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് x-z മുതൽ x+z വരെയാണ്. സോ ഇവിടെ എന്തായാലും എക്സ് കൊണ്ടോ ഇസഡ് കൊണ്ടോ ആയിരിക്കില്ല ആദ്യം ചെയ്യേണ്ടത് y വച്ചിട്ടായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ y കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് ലിമിറ്റ് തന്നിരിക്കുന്നത് 0 to z ആണ് അല്ലേ. 0 to z ആകുമ്പോൾ അടുത്തത് ഷുവറായിട്ടും ഏത് വച്ചിട്ടേ ചെയ്യുള്ളൂ? എക്സ് വച്ചിട്ടേ ചെയ്യുള്ളൂ, ഇസഡ് വച്ചിട്ട് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റാണ് ഇസഡ് വെച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഓർഡർ നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ചുമ്മാതെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റില്ല. ഒന്നാമത് ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടാകും, ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓർഡർ ലിമിറ്റൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം നമ്മുടെ വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കൺസെപ്റ്റ് പറയുന്നേ ഉള്ളൂ, എങ്ങനെയാണെന്ന് കറക്റ്റ് എല്ലാ സ്റ്റെപ്പുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആദ്യത്തേത് x+y+z ആണ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ xz വരും. y കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ yz വരും. ഇസഡിൻ്റെ z²/2 വരും. ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to x+y വരും. സോ ഇസഡിനാണ് നമ്മൾ കൊടുക്കുന്ന x+y. അപ്പോൾ ഇസഡ് അവിടെ നിന്ന് പൊയ്ക്കോളും അല്ലേ. പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇസഡ് വെച്ചിട്ട് ഇനി നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന ടേം ഇനി നമുക്ക് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും x+yയും 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? y വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് എക്സ്പാൻഡ് ചെയ്തതാണ് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചു. ഇനി നമ്മുടെ എന്താണ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 3/2x²ൻ്റെ 3/2x² y ആയിരിക്കും. 3/2y²ൻ്റെ 3/2 × y³ 3 ആയിരിക്കും. 3xyയുടെ 3x കോൺസ്റ്റൻ്റ് ആണ്, yയുടേത് y²/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ y വച്ചിട്ടാണ് ചെയ്തത്. ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to x² കൊടുക്കുന്നത്. ഇവിടുത്തെ വൈകളെല്ലാം മാറി ഇപ്പോൾ എന്താവും? എക്സിൻ്റെ ടേംസിലാവും. കണ്ടോ, ഇതെല്ലാം എക്സിൻ്റെ ടേംസിലായി. അപ്പോൾ നമുക്ക് എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വേറെ ഏതെങ്കിലും വേരിയബിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ വേരിയബിൾ നമ്മുടെ ആൻസറിൽ വന്നേനെ. നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടില്ല? ഒരു നമ്പറായിട്ട് ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. നമ്മുടെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ ഉള്ള വേരിയബിൾ തന്നെ നമ്മൾ ആ സെക്ഷൻ നമ്മൾ ആ വേരിയബിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലം അതുപോലെ തന്നെ കറക്ഷൻ ഉണ്ടായിരുന്നു. സെയിം ഫങ്ഷൻ സെയിം ആയിരുന്നു കേട്ടോ. ഞാൻ ആ കറക്ഷൻ ഒന്ന് പറഞ്ഞതാണ്. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നേ. അടുത്തത്
കോണിക് സെക്ഷൻ്റെ പോളാർ ഫോം എന്താണെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിരുന്നു പ്രോബ്ലം. അപ്പോൾ അതെങ്ങനെയാണ് എന്താണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്കൊരു പോളാർ ഫോമിൽ നിന്ന് ഇതാണ് 2 പോളാർ ഫോമുകൾ കേട്ടോ. ഈ പോളാർ ഫോം ആണെന്നുണ്ടെങ്കിൽ എക്സ് +or-d ആയിരിക്കും ഡയറക്ട്രിക്സ് വരിക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ y +or-d ആയിരിക്കും ഡയറക്ട്രിക്സ് വരിക എന്നുള്ളത് പ്രത്യേകത. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇയും ഈ നമ്മുടെ ഡയറക്ട്രിക്സും എസെൻട്രിസിറ്റിയും ഡയറക്ട്രിക്സും മാത്രമാണ് പോളാർ ഫോമിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനി എക്സിൻ്റെ ടേംസിലാണെങ്കിൽ കോസ് തീറ്റ വരും, വൈ ആണ് ഡയറക്ട്രിക്സ് എന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ വരും. അതായത് ഷേപ്പുകൾ എക്സിന് സിമെട്രിക്കും വൈക്ക് സിമെട്രിക്കും ഒക്കെ ആകുമ്പോൾ അതങ്ങ് മാറുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 1 അവിടെ 1 ആക്കുക, പൊസിഷൻ 1 ആക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ഈ +or- എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഡയറക്ട്രിക്സ് പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആണെങ്കിൽ ഡയറക്ട്രിക്സ് മൈനസ് ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇ എത്രയാണെന്ന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ, നമ്മുടെ എസെൻട്രിസിറ്റിയിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത് 7 / 2 - 2 സൈൻ തീറ്റയാണ്. ഈ പൊസിഷൻ 1 ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 7/2 / 1 - സൈൻ തീറ്റയായി. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ആണ്. സോ y = -7/2 ആയിരിക്കും നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എസെൻട്രിസിറ്റി ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് എസെൻട്രിസിറ്റി 1 ആയിരിക്കും. എസെൻട്രിസിറ്റി 1 ആയതുകൊണ്ടാണ് ഇവിടെ 1 × 7/2 എന്നുള്ള ഫോമിൽ ഈ ഡി എന്ന് പറയുന്നത് 7/2 ആണ്. എസെൻട്രിസിറ്റിക്ക് 1 കൊടുക്കുമ്പോൾ d = 7/2 എന്ന് വരും. ഓക്കെ, d 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ഡയറക്ട്രിക്സ് എഴുതാൻ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഡയറക്ട്രിക്സ് നമ്മൾ മൈനസ് എന്ന് എഴുതി. വേറെ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ഇത് നോക്കി, നമ്മുടെ ഉദ്ദേശം ഈ 4ൻ്റെ പൊസിഷനിൽ 1 ആക്കുക. അപ്പോൾ അത് 1 ആക്കാൻ വേണ്ടി ത്രൂ ഔട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 / 1 + 5/4 കോസ് തീറ്റയായി. കോസ് തീറ്റയാണ്, സോ x = ഫോമിലായിരിക്കും ഡയറക്ട്രിക്സ് ഉണ്ടാവുക. 5/4 ആണ് ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ട് ഇ എന്ന് പറയുന്നത് 5/4 ആയിരിക്കും. പ്ലസ് ആണ് ഇവിടെ കിടക്കുന്നത്, അപ്പോൾ x = +d ആയിരിക്കും ഡയറക്ട്രിക്സ്. 3യുടെ പൊസിഷനിൽ ഈ ഡി വരുന്നത്, സോ ഈ ഡി എന്ന് പറയുന്നത് 3, ഇക്ക് പകരം 5/4 കൊടുത്താൽ d × 5/4 = 3. അപ്പോൾ d = 12/5 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം, ഈ പൊസിഷൻ 1 ആക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. എസെൻട്രിസിറ്റിയും ഡയറക്ട്രിക്സും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സീക്വൻസും സീരീസും ഇങ്ങനെയാണോ പറയുന്നതെന്ന് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സീക്വൻസിന് അനുക്രമം, സീരീസിന് ശ്രേണി എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ തന്നത് ശരിയായിരുന്നു, കറക്ഷൻസ് ഇല്ല കേട്ടോ അവിടെ. നമുക്ക് 2 പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സീരീസ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. സീരീസിൻ്റെ ഈ ഒരു പ്രോബ്ലം, ഇത് മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ സാധാരണ മേളിലൊരു 1/n ഇട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ 1/n കണ്ടില്ല, അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്കിനി അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ അത് തെറ്റിപ്പോവരുത്. അതുകൊണ്ട് നമുക്കത് നോക്കാം. അപ്പോൾ ഈ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന ആൻസർ അല്ലേ. അപ്പോൾ an എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ 5n + 3/6n + 1 ആണ് √ ഇതാണ് നമ്മുടെ an എന്ന് പറയുന്നത്. നമുക്ക് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. an⁻1/n കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ⁻1/n ആയി. നമുക്ക് ചെയ്യാവുന്നത് ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഈ ⁻⁴ വരുന്നതിനെ 0യ്ക്ക് താഴെയുള്ള ഒരു ⁻⁴ മാറ്റാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ 5ഉം 6ലും പവർ എടുക്കുന്നത് നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് ഒരു 6n ഔട്ട്സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5/6 ആയിട്ട് മാറിക്കോളും. അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആകുമ്പോൾ അതായത് പവർ ⁻n എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആയിരിക്കോളും. ആ n ടെൻസ് ടു ഇൻഫിനിറ്റി. x⁻n x എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ n ടെൻസ് ടു ഇൻഫിനിറ്റി അത് 0യിലോട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 5നെയും 6നെയൊക്കെ മാറ്റിയിട്ട് ഒരു <1 ഒക്കെ ആയിട്ടുള്ള വാല്യൂ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഏതാണോ നമ്പർ അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. മേളിൽ നിന്നും താഴെ നിന്നും 6n കോമൺ ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ മേളിലും താഴെയുള്ളതാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് 5/6n ആയി, ഇത് 3/6n ആയി, ഇവിടെ 1 ആയി, ഇത് 1/6n ആയി. ഓക്കെ, ആ n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇത് 0യിലേക്ക് പോകും.
ഇത് ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 0 ആവും, ഇതും 0 ആവും, ഇത് 1 ആവും. അപ്പോൾ മൊത്തത്തിൽ വാല്യൂ 0യിലോട്ട് പോവും. 0⁻n എന്ന് പറഞ്ഞാലും 0യിലോട്ട് പോകും. എക്സ്പൊണൻഷ്യലിനാണ് സ്പീഡ് കൂടുതലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ആദ്യം 0യിലേക്ക് ചെന്നതിന് ശേഷമാണ് എന്നിൻ്റെ വേരിയേഷൻ, ഇവിടെ 1/nൻ്റെ വേരിയേഷൻ വരുള്ളൂ. അതുകൊണ്ട് 0⁻1n 0യിലോട്ട് തന്നെ പോകുമെന്ന് പറയാം. സോ ലിമിറ്റ് 0 ആണ്, <1 ആണ്, റൂട്ട് ടെസ്റ്റ് അനുസരിച്ചിട്ട് കൺവെർജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ കൺഫ്യൂസിങ് ആവരുത്. 1/2 പവർ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത് ഓർക്കുക. അടുത്തത് കൗണ്ടബിൾ അൺകൗണ്ടബിൾ ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര കൗണ്ടബിൾ അൺകൗണ്ടബിൾ പ്രോബ്ലം ഒന്നും ചോദിക്കുകയൊന്നുമില്ല. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന പ്രോബ്ലമേ ഉള്ളൂ. നോക്കുക, നമുക്ക് നമ്പർ ഓഫ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട് അല്ലേ. എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ നമ്പർ എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് ബി റേസ് ടു കാർഡിനാലിറ്റി ഓഫ് എ ആയിരിക്കും. ഇതിൽ എത്ര എണ്ണം ഉണ്ടോ അതേ റേസ് ടു ഇതിലുള്ള നമ്പേഴ്സ് എന്നുള്ളതായിരിക്കും നമുക്ക് ആൻസർ വരിക. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം എന്താണ്, അൺകൗണ്ടബിൾ സെറ്റ് ആണെന്നുള്ളത് ഓർക്കുക. സ്വാഭാവികമായിട്ടും ഇത് അൺകൗണ്ടബിൾ ആവുമ്പോൾ ഇവിടുത്തെ ഏത് നമ്പർ വന്നാലും എന്താണ്, അത് റേസ് ടു ഒരു അൺകൗണ്ടബിൾ നമ്പേഴ്സ് ഏതൊക്കെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്, അലഫ്1ഉം ദെൻ അലഫ്2 എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് കേട്ടോ. ഞാൻ എക്സ്ട്രാ നോട്ട് പോലെ തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് ആണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ കൂടി അൺകൗണ്ടബിൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അൺകൗണ്ടബിൾ ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഇതിൻ്റെ എണ്ണം കാർഡിനാലിറ്റി പവറായിട്ടൊരു അൺകൗണ്ടബിൾ വരുമ്പോൾ എന്തായിരിക്കും ആ ഫങ്ഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആയിരിക്കും. ഇവിടെ ഉദ്ദേശിച്ചേക്കുന്ന ഇത്തരത്തിലുള്ള ഫങ്ഷൻസിൻ്റെ എണ്ണമാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ എന്തായാലും ഈ ഫങ്ഷൻസിൻ്റെ എണ്ണം അൺകൗണ്ടബിൾ ആയിരിക്കും. ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഇപ്പം നമുക്ക് ഇസഡ് ആണ്, ഇത് ഇസഡ് ആണ്, ഇത് ക്യൂ ആണ് അല്ലേ. ഇസഡ് കൗണ്ടബിൾ ആണ്, ക്യൂ അൺകൗണ്ടബിൾ ആണ്. നമ്മുടെ കൗണ്ടബിളിൻ്റെ എണ്ണത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അലഫ്0 എന്നാണ്. അൺകൗണ്ടബിളിനെ നമ്മൾ 2 ആയിട്ട് ഡിനോട്ട് ചെയ്യും, അലഫ്1ഉം അലഫ്2 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എണ്ണം നമ്മൾ പറയുന്നത് ഇങ്ങനെ എഴുതാം കേട്ടോ, n0 എന്ന് എഴുതാം, അലഫ്0. ഇതിൻ്റെ എണ്ണത്തിന് നമുക്ക് n1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ n0 റേസ് ടു n1 ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. എന്തായാലും ഈ പവർ എടുത്തേക്കുന്നത് എന്താണ്, അൺകൗണ്ടബിൾ ആണ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇസഡ് കൗണ്ടബിൾ ആണ്, ക്യൂവും കൗണ്ടബിൾ ആണ്. ക്യൂവും ഇസഡും എന്നും ഒക്കെ കൗണ്ടബിൾ ആണ്. ഇറാഷണൽസ് ആണ് അൺകൗണ്ടബിൾ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാർഡിനാലിറ്റീസ് സെയിം ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളത് സെയിം ആണ്. അപ്പോൾ കൗണ്ടബിൾ ആയതുകൊണ്ട് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് അലഫ്0. ഓക്കെ ആണോ? ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ആ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് അലഫ്1 എന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും അൺകൗണ്ടബിൾ എണ്ണ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് വരിക. അപ്പോൾ എപ്പോഴും ഈ ഒരു ഫോർമുല ഓർത്തിരിക്കണം കേട്ടോ. സിമ്പിൾ പ്രോബ്ലംസ് അങ്ങനെ ഇത്രയും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള തിങ്കിങ് സ്കില്ലുള്ള പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ഫങ്ഷൻസ് കാണാനുള്ള ഫോർമുല കാർഡിനാലിറ്റി ഓഫ് ബി റേസ് ടു കാർഡിനാലിറ്റി ഓഫ് എ ആണ്. ഇത് ബിയും ഇത് എയും ആയിട്ട് എടുത്താൽ കേട്ടോ. ഇതേ 2 പ്രോബ്ലം വെറൈറ്റി പ്രോബ്ലം കണ്ടതുകൊണ്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ സീക്വൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ടെസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് സീരീസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ അതവിടെ വിട്ടുപോയായിരുന്നു ആ ടെസ്റ്റ്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ സാൻഡ്വിച്ച് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അവിടെ അല്ലേ. സാൻഡ്വിച്ച് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇതാണ് നമ്മുടെ an. അപ്പോൾ an-നേക്കാൾ ചെറുതും an-നേക്കാൾ വലുതുമായിട്ടുള്ള ഒരു സീക്വൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ ലിമിറ്റ് എന്താണോ നോക്കും. ലിമിറ്റ് n-ൻ്റെ ലിമിറ്റും അതിൻ്റെ ഇടയ്ക്ക് കിടക്കുമെന്ന് പറയും. അപ്പോൾ ഈ 2 നമ്പറുകൾ സെയിം ആണെങ്കിലാണ് നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിരുന്നു, കാരണം നമുക്ക് ലിമിറ്റ് n ഡയറക്റ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൻ്റെ കേസിൽ എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് സാൻഡ്വിച്ച് മെത്തേഡ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ നമ്പർ 1/2n, ഡിനോമിനേറ്ററിൽ വലുത് 2n ആയതുകൊണ്ട് 1/2n വെച്ചിട്ട് റീപ്ലേസ് ചെയ്തോ. ദെൻ എല്ലാത്തിനേക്കാളും ചെറുത് n ആയതുകൊണ്ട് എല്ലാത്തിനെയും 1/n വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വലുതും ഇത് ചെറുതുമായി. മൊത്തം n എണ്ണം ഉണ്ട്. സോ n/2n n/n വന്നു. സോ 1/2നും 1നും ഇടയ്ക്കാണ് ലിമിറ്റ് എന്ന് കിട്ടി.
അങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല അല്ലേ. അതായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. റിസൾട്ട് നോക്കാം. 1/n സിഗ്മ k ഈക്വൽ ടു 1 to n. ഇവിടെ കെയുടെ ലിമിറ്റ് ഇതൊക്കെ ഒരു ഫൈനൈറ്റ് എണ്ണം അപ് ടു n എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഒരു ഫൈനൈറ്റ് എണ്ണം ഇവിടെ 0 മുതലോ 1 മുതലോ 2 ഒന്നും വന്ന പ്രശ്നമില്ല. കാരണം നമ്മുടെ ആവശ്യം n ഇൻഫിനിറ്റിയിലേക്ക് പോകാന്നുള്ളതാണ്. ആദ്യത്തെ കുറച്ച് ടേംസ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. സോ ഇൻ്റഗ്രൽ 0 to 1 f of x dx ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് കെ ബൈ എൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നതിൽ ഒരു കെ ബൈ എൻ ഫോമിൽ കിടക്കുന്നത് എന്താണോ അതായിരിക്കും നമ്മൾ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ ഒന്ന് നമുക്ക് ഈ ഫോമിലേക്ക് എഴുതാൻ നോക്കാം. ഇതെന്താണ് ശരിക്കും? n+1 n+2 അങ്ങനെ n+n വരെ വേരി ചെയ്യുന്നു. അതായത് സിഗ്മ k ഈക്വൽ ടു 1 to n n+k അല്ലേ നോക്കിയേ. n+1 n+2 അങ്ങനെ n+n വരെ വേരി ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കെ ബൈ എൻ ഫോമിലേക്ക് ആക്കണം അല്ലേ. ഒരു എന്നിനെ ഔട്ട് സൈഡ് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ 1/n വരണം അല്ലേ. സോ ഒരു എന്നിനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1/n ഔട്ട് സൈഡ് വന്നു. ഇവിടെ നിന്ന് n പോന്നപ്പോൾ ഇവിടെ 1 ആയി. ഇവിടെ നിന്ന് n പോന്നപ്പോൾ അത് k ബൈ n ആയി. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇതെന്താണ്? 1/1 + k/n. k ബൈ എന്നിന് പകരമാണ് നമ്മുടെ ഫംഗ്ഷൻ എക്സ് റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എക്സ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1/1 + x ആവും. സോ ഇൻ്റഗ്രൽ 0 to 1 1/1 + x വരും. സോ 1/1 + x ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് log 1 + x ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ log 2, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ log 1 ആവും. log 1 0 ആവും. ആൻസർ log 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ തന്നാൽ ചെയ്യാനുള്ള മെത്തേഡ്. ഇനി ഈ ടൈപ്പിലുള്ള ലിമിറ്റ് ചോദിച്ചാൽ ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഐഡിയ വേണം. ഒരു 1/n വേണം, ഒരു k/n ടേംസിൽ വേണം എന്നൊക്കെ നമുക്ക് ആദ്യമേ തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ k/n ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ k² ആണ് കിടക്കുന്നത്. സോ k²/n² വന്നാലേ പറ്റുള്ളൂ. സോ ഒരു n² ഇവിടെ നിന്ന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ ഇവിടെ നിന്ന് ഒരു n² ഡിനോമിനേറ്ററിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ബാക്കി k² / n². പിന്നെ എന്താ വരിക? +1 എന്നുള്ള ഫോമിൽ വരും അല്ലേ. അപ്പോൾ 1 + k²/n² വരും. ഒരു n² പുറത്തേക്ക് പോന്നേക്കുന്നത്. സോ ഒരു n കട്ട് ചെയ്തിട്ട് ബാക്കി ഒരു 1/n പുറത്തും കിടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്മ. ഇവിടെ കിടക്കുന്നത് k²/n² ആണ്, അല്ലെങ്കിൽ k/n സ്ക്വയർ ആണ്. k/n പകരം നമ്മൾ എക്സ് കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്കത് x² ആക്കാം. അപ്പോൾ 1/1 + x². 1/1 + x² ഇൻ്റഗ്രേഷൻ ചെയ്യാം. 1/1 + x² എന്ന് പറയുന്നത് tan 1x ആണ്. ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1. tan 1 എന്ന് പറയുന്നത് π/4. tan 0 എന്ന് പറയുന്നത് 0. സോ ആൻസർ ഈസ് π/4. ഓക്കെ, ഇത് ഓർത്തിരിക്കുക കേട്ടോ. റിസൾട്ട് മറക്കാണ്ട് ഓർത്തിരിക്കുക. സിമ്പിളായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണേലും സീക്വൻസിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതെ, ചില സീരീസിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മൊക്കെ സീരീസിൻ്റെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അടുത്തത് LPF UPF കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ f of x = x² ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന പാർട്ടീഷൻ 0 1 2 ആണ്. ഇൻ്റർവെൽ 0 2 എന്നുള്ളതിൽ LPF ഉം UPF ഉം കറസ്പോണ്ടിങ് ടു ദിസ് p കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 0 മുതൽ 2 വരെ ലിമിറ്റ് എടുക്കാം. ഇവിടെ 1 ആക്കി ഇത് 2 ആക്കി നമ്മളൊരു പാർട്ടീഷൻ ചെയ്തു. തന്നിരിക്കുന്ന പാർട്ടീഷൻ നമ്മൾ വരച്ചു. ദെൻ x² ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. ഈ ഇൻ്റർവെല്ലിൽ x² ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കി. 0² മുതൽ 1² വരെയും വേരി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറുത് 0² 0യും ഏറ്റവും വലുത് 1² 1 ആയിരിക്കും. അപ്പോൾ സ്മോൾ m1 ക്യാപിറ്റൽ M1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ്റർവെല്ലിലുള്ള ഫംഗ്ഷൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ ആണ് സ്മോൾ m1 ഉം ക്യാപിറ്റൽ M1 ഉം. അതെ, അടുത്ത പാർട്ടീഷൻ 1 to 2 ആണ്. ആ പാർട്ടീഷനിൽ സ്മോൾ m2 ക്യാപിറ്റൽ M2 കൊടുക്കണം. അതായത് ഈ പാർട്ടീഷനിൽ ഫംഗ്ഷൻ 1² മുതൽ 2² വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് 1² 1ഉം ഏറ്റവും വലുത് 2² 4ഉം ആയിരിക്കും. അതാണ് m2 ക്യാപിറ്റൽ M2 കൊടുക്കണം. ഇനിയും പാർട്ടീഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ തന്നിരിക്കുന്ന ഇതല്ല വേറെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ഇൻ്റർവെല്ലും കൂടി എടുത്തിട്ട് സ്മോൾ m3 ക്യാപിറ്റൽ M3 ഒക്കെ കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, LPF കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് m1 ഉം ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തും
UPF കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ M1ഉം ലെങ്ത്തും, ഇവിടെ സ്മോൾ m2 ലെങ്ത്തും ക്യാപിറ്റൽ M2 ലെങ്ത്തും. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 1, ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 1. ഓക്കെ, അപ്പോൾ LPFന് 0 × 1 + 1 × 1, UPFന് കറസ്പോണ്ടിങ് ക്യാപിറ്റൽ 1 × 1 + 4 × 1. ഓക്കെ, അപ്പോൾ LPF 1ഉം UPF 5ഉം ആയിരിക്കും. ഇവിടെ LPFും UPFും സെയിം അല്ല എന്ന് വിചാരിച്ചിട്ട് ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ അല്ല എന്നല്ല അർത്ഥം. x² ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്ക് അറിയാം 0 to 2 അല്ലേ. അപ്പോൾ അങ്ങനെയല്ല മീൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നമുക്ക് എടുക്കാവുന്ന എല്ലാ പാർട്ടീഷൻസും വെച്ചിട്ട് LPFും UPFും കൺസിഡർ ചെയ്ത് അതിൻ്റെ സുപ്രീമോ ഇൻഫിമോ ഒക്കെ എടുക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയിൽ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരൊറ്റ പാർട്ടീഷനെ നോക്കിയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടംപോലെ പാർട്ടീഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് LPFും UPFും കണ്ടുപിടിക്കാനായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ലാസ്റ്റ് പ്രോബ്ലം ആണ്. നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ ഒറ്റ വേരിയബിൾ ഉള്ള കേസിൽ നമ്മൾ ചെയ്തായിരുന്നു. 2 വേരിയബിൾസിൻ്റെ കേസിൽ നമ്മൾ ചെയ്തില്ലായിരുന്നു പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്നാലും നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് 2 വേരിയബിളുള്ള ഒരു ഫംഗ്ഷനാണ് f(x, y) എന്ന് പറയുന്നത്. x³ + y³ - 3x - 12y + 20 എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. സാധാരണ രീതിക്ക് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ f'(x) = 0 കൊടുക്കും. ഇവിടെയും സെയിം തന്നെ ചെയ്യുള്ളൂ. പക്ഷെ 2 വേരിയബിൾ ആണ് അല്ലേ. 2 വേരിയബിളിൻ്റെ കേസിൽ 2 ഇക്വേഷൻസ് കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, 2 വേരിയബിളും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? x with respect to partial derivative = 0യും y derivative = 0. f'(x) = 0 കൊടുക്കുന്നതിന് പകരം വിത്ത് റെസ്പെക്ട് ടു വൈയും ഫസ്റ്റ് ഡെറിവേറ്റീവ് = 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് 0 എന്ന് കൊടുത്താൽ നമുക്ക് എക്സിന് +or-1 കിട്ടും. ഇത് 0 എന്ന് കൊടുത്താൽ വൈക്ക് +or-2 കിട്ടും. സോ നമുക്ക് 4 പെയേഴ്സ് കിട്ടും. 1 2 1 -2 -1 2 -1 -2 എന്ന് പറയുന്ന 4 പോയിൻറ്റ്സ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഇത്രയും സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. സാധാ നമ്മൾ 1 വേരിയബിളിൽ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തോളൂ. അടുത്ത കേസിൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ D എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുക. ഈ 4 പോയിൻറ്റ്സിലും D ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ f(x), f(y), f(xy) ഇത്രയും കാര്യങ്ങൾ ചെയ്യണം അല്ലേ. f(x) എന്തായിരിക്കും? ഇതിനൊന്നും കൂടി x വെച്ചിട്ട് ചെയ്താൽ 6x, ഇതിനൊന്നും കൂടി y വെച്ചിട്ട് ചെയ്താൽ 6y. ഓക്കെ, ദെൻ f(xy) എന്തായിരിക്കും? ഇതിനെയാണെങ്കിലും ഏതിനെടുത്താലും കുഴപ്പമില്ല. കണ്ടിന്യൂസിൻ്റെ കേസിൽ ഏത് ആദ്യം ചെയ്യുന്നു എന്നുള്ളത് കുഴപ്പമില്ല. ഇവിടെയും y ഇല്ല, അതുകൊണ്ട് ഡെറിവേറ്റീവ് 0. ഇവിടെ x ഇല്ല, ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ f(xy) എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡിയുടെ ഫോർമുലയിൽ f(x(x) × fyy - fxy² ആണ്. അപ്പോൾ ഇതങ്ങ് പോയി. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36xy എന്ന് കിട്ടും. എന്താ ചെയ്യേണ്ടത്? ഈ 4 പോയിൻറ്റ്സിൽ 36xyയുടെ വാല്യൂ നോക്കണം. അതുപോലെ തന്നെ f(x)ൻ്റെ വാല്യൂ നോക്കണം. എന്നിട്ടാണ് നമ്മൾ റിസൾട്ടുകൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, 1 2 എന്ന് പറയുന്ന പോയിന്റ്, ഡിയുടെ വാല്യൂ 1 2. ഇവിടെ 1ഉം 2ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇത് 72 കിട്ടും. 1 - 2 72 തന്നെയായിരിക്കും. ഒരെണ്ണം നെഗറ്റീവ് വരുന്ന കേസിൽ നെഗറ്റീവ് വരും. 2 നെഗറ്റീവും 2 പോസിറ്റീവും വരുന്ന കേസിൽ പോസിറ്റീവും വരും. നെഗറ്റീവ് വന്നാൽ ഒന്നും ആലോചിക്കാനില്ല. നമ്മുടെ കൺസിഡർ ചെയ്തേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് സാഡിൽ പോയിന്റ് ആണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് സാഡിൽ പോയിന്റ്സ് ആയിരിക്കും, നമുക്കൊന്നും ചെക്ക് ചെയ്യാനില്ല. പോസിറ്റീവ് വരുന്ന കേസിൽ നമ്മൾ f(x)ഉം കൂടി വെരിഫൈ ചെയ്യണം. f(x) പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ മിനിമം, അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. അപ്പോൾ f(x) പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 1 2-ലല്ലേ 6x ആണ്. 6 × 1 12 കിട്ടും. 6 × 1 6 കിട്ടും. പോസിറ്റീവ് ആണ്, സോ ലോക്കൽ മിനിമം. ദെൻ ഇവിടെ -1 ആണ്. 6 × -1 എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടും. <0 ആയതുകൊണ്ട് ലോക്കൽ മാക്സിമം. അപ്പോൾ ഈ പോയിന്റ് ലോക്കൽ മാക്സിമം, ഈ പോയിന്റ് ലോക്കൽ മിനിമം, ബാക്കി 2 പോയിൻറ്റ്സ് നമ്മുടെ സാഡിൽ പോയിൻറ്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് ഉണ്ടായിരുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഡൗട്ട് ചോദിച്ചതിൽ നിന്ന് കിട്ടിയ പോയിൻറ്റ്സ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറേ കാര്യങ്ങൾ ഫോർമുല വെച്ചിട്ട് ആ ഏരിയ സൊല്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്താ പൈആറിൽ വെച്ചിട്ട് അതൊന്ന് പറയാമോ? പൈആറിൽ വെച്ചിട്ട് എങ്ങനെ ഒന്ന് കിട്ടുമെന്ന്? നിങ്ങൾ 3Dയിൽ ഈ നമ്മുടെ കോൺ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പൈആറിൽ. R എന്ന് പറയുന്നത് ഈ റേഡിയസ്, L എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്.
അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഈ ഹൈറ്റ് എത്രയാ? ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ? അല്ല, ഇവിടെ തന്നിട്ടുണ്ടല്ലോ 0 മുതൽ 3 വരെയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ y കിട്ടുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റേഡിയസ് എന്ന് പറയുന്നത് എത്ര വരും? 6 വരും. ഓക്കെ ആണോ? മനസ്സിലായോ? ആ കർവ് നിങ്ങൾ ഇമാജിൻ ചെയ്യണേ. ഇതാണ് നമ്മുടെ കോൺ. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുക. ഈ റേഡിയസ് എന്ന് പറയുന്നത് വൈ ലെങ്ത് ആണ്. ഇവിടെ 3 ആണെങ്കിൽ വൈ ലെങ്ത് 6 ആണ്. അപ്പോൾ ഈ ലെങ്ത് 6 വരും, ഈ ഡിസ്റ്റൻസ് 3യും വരും. ഓക്കെ ആണോ? 6ഉം 3യും വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇത് എന്താ വരിക? √6² + 3² വരും. അപ്പോൾ 36 + 9 √45 ആണ് നമുക്ക് ഇവിടെ വരിക, എല്ല് വരിക. അപ്പോൾ π × 6 × √45 എന്ന് വരും. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം നമുക്ക് സെയിം ആൻസർ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ π 6π √45. √45ന് നമുക്ക് 6 കിട്ടുന്നുണ്ടോ? ശരിയായല്ലോ. ഓക്കെ, അപ്പോൾ അത് കർവ്ഡ് സർഫസ്. അത് നമുക്ക് ഇൻ്റഗ്രേഷൻ അത്ര കംഫർട്ടബിൾ ഇല്ലാത്തവർ ഇങ്ങനെ ഒരു ഷേപ്പ് ആലോചിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്ന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഇതങ്ങനെ കിട്ടുമെന്ന് ഞാൻ വെരിഫൈ ചെയ്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർവ് ആയതുകൊണ്ട് നമുക്കിവിടെ ലൈനായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത്. ഇപ്പോൾ ഒരു ലൈൻ ആയിരുന്നെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണിൽ നിന്ന്, വലിയ കോണിൽ നിന്ന് ചെറിയ കോണങ്ങ് എടുത്ത് കളയുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ അതനുസരിച്ചിട്ട് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ലൈനാണെങ്കിൽ. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ അത് ഇവിടെ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ കോൺ ഫോം ചെയ്യുള്ളൂ. പക്ഷെ ഇതൊരു കർവ് അല്ലേ. കിട്ടുമോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ചുമ്മാ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ. ഏതാണോ കംഫർട്ടബിൾ മെത്തേഡ് അത് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരുമൊന്നുമില്ല. നമുക്ക് തരുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ലെങ്താന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റി നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇടുന്ന റിവിഷൻ എക്സാംസ് ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 25ഉം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം കേട്ടോ. നിങ്ങൾ അത് നമ്മുടെ PSC എക്സാം പോലെ തന്നെ ആ ലോജിക്കലി ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിനകത്ത് 15 എണ്ണേ അറിയുള്ളൂ, 10 എണ്ണം അറിയില്ല എന്നുണ്ടെങ്കിൽ 15 എണ്ണേ നമ്മൾ ചെയ്യാമുള്ളൂ. കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നാൽ നമ്മളത് മാർക്ക് ചെയ്യരുത്. കാരണം 15 എണ്ണത്തിൽ 15 എണ്ണം ശരിയായി ബാക്കി 10 എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3 point something നെഗറ്റീവ് മാർക്ക് വരും. അപ്പോൾ നമ്മൾ 12 താഴെയായി പോകും നമ്മുടെ മാർക്ക് എന്നുള്ളത് ഓർക്കുക. അല്ലെങ്കിൽ നമുക്ക് 15 കിട്ടിയേനെ. അപ്പോൾ അതെപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. അത് ആദ്യം പറയേണ്ടതായിരുന്നു, ഇപ്പോഴാണ് ഓരോരുത്തർ ഡൗട്ട് അങ്ങനെ ഡൗട്ട് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്കത് ഐഡിയ ക്ലിയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് തന്നെ ചിന്തിച്ചിട്ട് വേണം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ. അതൊക്കെ നമ്മൾ ഈ എക്സാമിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ എക്സാംസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യണ്ട. ഡൗട്ടുള്ള ഇപ്പോൾ ഞാനാണെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യുന്നതിലൊക്കെ ചിലപ്പോൾ ഫോണിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ ഓപ്ഷൻസ് ചിലപ്പോൾ മാറിപ്പോയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനത് റീവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ഏതെങ്കിലും ഓപ്ഷൻ ഇല്ലെങ്കിൽ ഗ്രേസ് മാർക്കും ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോഴും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാണ്ട് വിടാനായിട്ട് ഓർക്കണം കേട്ടോ. ആൻസറിൽ ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ മാർക്ക് ചെയ്തോ, അതിനകത്ത് ഓപ്ഷൻ തെറ്റാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിപ്പോൾ എക്സാമിനാണെങ്കിൽ കൂടിയും ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വരും കേട്ടോ നമുക്ക് ഓപ്ഷൻസ്. ഇപ്പോഴും ഓർക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സീക്വൻസിനകത്ത് ഡൗട്ട് ചോദിക്കാവോ? ഡെൻസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? റെഫർ ചെയ്തില്ലല്ലോടാ, മെസ്സേജ് അയച്ചാൽ മതിയോ? ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. എനിക്ക് മെസ്സേജ് അയച്ചിടണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വന്നാലോ.
ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ കറക്റ്റായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഡൗട്ടുള്ളത് എത്ര എണ്ണാണെങ്കിലും ചോദിക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ പറ്റില്ല, അത് മടി പിടിച്ച് ഡൗട്ട് ചോദിക്കേണ്ട. അതല്ലാണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും കൺസെപ്റ്റുകൾ ക്ലിയർ അല്ലാത്തത്, എന്തെങ്കിലും ബേസ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല, ഡൗട്ട് ചോദിച്ചോ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുമ്പോൾ അതനുസരിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാത്തവർക്കും നിങ്ങൾ ആ ചോദിക്കുന്ന ഡൗട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഡൗട്ടൊക്കെ ചോദിച്ച് തന്നെ ക്ലിയർ ചെയ്യുക. ഇപ്പം തന്നെ ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലം അതൊക്കെ ഡൗട്ട് ചോദിച്ചതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നും പറയേണ്ട വന്നത് കേട്ടോ. അതൊക്കെ നമുക്കങ്ങനെ ഇപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ്റെ അതാണെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാവാത്തവരുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സീരീസിൻ്റെ പ്രോബ്ലം നമ്മൾ വിട്ടുപോയതൊക്കെ നിങ്ങൾ പറയുന്നതിലൂടെയാണ് നമ്മൾ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തുണ്ടെങ്കിലും അങ്ങനെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ?